Hi friends, welcome to my channel Rasikkam, Ruchikkam. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റ് ആയി ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കുറേ ക്രീമുകൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു പെർഫെക്റ്റ് വിപ്പിംഗ് ക്രീം കയ്യിൽ കിട്ടിയത്. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ഷേക്ക് ചെയ്യുക. നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും ബൗളും എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കണം. നന്നായി തണുപ്പിച്ചെടുക്കുമ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ ബീറ്ററിലെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1.5 മിനിറ്റിന് ശേഷം ഹൈ സ്പീഡിൽ നമ്മൾ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ 4 മിനിറ്റ് മതി ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ. ഈ ക്രീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേക്ക് ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും കേക്ക് ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ ഐസിങ് ചെയ്യുമ്പോഴാണ് ആകെ പ്രോബ്ലം ആവുന്നത്. ചിലരൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കോൺഫ്ലവർ കൂടി ചേർക്കും. ഇതിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല. ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗർ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേ ഐസിങ് ഷുഗർ ഇതിലേക്ക് ചേർക്കാം. ഞാൻ ക്രീം ഒന്ന് വിപ്പായി വന്നതിന് ശേഷമാണ് ഐസിങ് ഷുഗർ ചേർക്കുന്നത്. ഈ സമയം നമുക്ക് ആവശ്യമായ കളർ കൂടി ചേർക്കാം. ഇതിന് ഞാൻ കളറൊന്നും കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുത്തത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും ഒന്ന് ഓണാക്കിയിടണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇപ്പം നമ്മുടെ ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. നോക്കി, നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇത് താഴോട്ട് കുലുക്കുമ്പോൾ വീഴാതിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ്.
നമ്മളൊരു സ്പൂണിൽ നിന്ന് താഴോട്ടാക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീഴരുത്. അതാണ് ആ ക്രീം നമുക്ക് പെർഫെക്റ്റായി വിപ്പായെന്ന് അറിയുന്നത്. കൂടുതൽ ടൈം നമ്മൾ ബീറ്റ് ചെയ്താലും ക്രീം സ്റ്റിഫ് ആവത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.